ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോബിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം 2-ാം തിരുവചനം. അവൻ പുഷ്പം പോലെ വിടരുന്നു, കൊഴിഞ്ഞു പോകുന്നു, അവർ നിഴൽ പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല. നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവം അനശ്വരനാണെന്നും മനുഷ്യർ നശ്വരരാണെന്നും നമ്മൾ ആലോചിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും നശ്വരതയും അതോടൊപ്പം ദൈവത്തിൻ്റെ അനശ്വരത എന്നും നിലനിൽക്കുന്ന ആ ദൈവത്തിലേക്ക് നോക്കി പ്രത്യാശയോടെ ജീവിക്കുന്ന നാളുകളാണ് നോമ്പിൻ്റെ ദിനങ്ങൾ. അപ്പോൾ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ജോബ് തൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, അവൻ പുഷ്പം പോലെ വിടരുന്നു, കൊഴിഞ്ഞു പോകുന്നു, അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല. സ്നേഹമുള്ളവരെ, പുഷ്പങ്ങൾ, പൂക്കൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. ആ പൂവ് ചെടി ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുമ്പോൾ ആ പൂവ് വിടരുന്നത് കാണാൻ എത്ര സൗന്ദര്യമാണ്, എത്ര എല്ലാവരും ആ പൂക്കളെലേക്ക് ആകർഷിക്കപ്പെടുന്നു. എന്ത് ആകർഷണമാണ് പൂക്കൾക്കുള്ളത്, എത്ര മനോഹരമാണ്. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ആ പൂക്കൾ നിന്നിടത്ത് നമ്മൾ എന്താണ് കാണുന്നത്? അത് കരിഞ്ഞു പോയിരിക്കുന്നു, വാടിപ്പോയിരിക്കുന്നു. അതാണ് കാണുന്നത്. വലിയ ആകർഷണമുണ്ട്, വലിയ സൗന്ദര്യമുണ്ട്. പക്ഷേ അതേതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വാടിപ്പോകുന്നു, കരിഞ്ഞു പോകുന്നു, അത് പിന്നീട് ഇല്ലാതാകുന്നു. ഇപ്പോൾ ജോബിൻ്റെ പുസ്തകത്തിലൂടെ ജോബ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. ഒരു പുഷ്പം പോലെ, ആ പുഷ്പം പോലെ വിടർന്നു നിൽക്കുമ്പോൾ നല്ല സൗന്ദര്യമുണ്ട്, നല്ല ആകർഷണമുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് വാടിപ്പോകുന്നു, പിന്നീട് കരിഞ്ഞു പോകുന്നു, അതിന് സ്ഥലം പോലും കാണലില്ല. ജോബിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിലുള്ളതെന്തും അത് നശ്വരമായതാണ്, അത് നശിച്ചു പോകുന്നതാണ്, നിലനിൽക്കുന്നതല്ല എന്നുള്ള വലിയൊരു ബോധ്യത്തോടു കൂടെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കേണ്ടത്. നമ്മൾ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ജീവിക്കരുത് എന്ന് ജോബിൻ്റെ പുസ്തകത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും ദൈവം നൽകിയ സൗന്ദര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ദൈവം നൽകിയ ആരോഗ്യത്തിൽ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ദൈവം നൽകിയ കഴിവുകളിൽ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. പക്ഷേ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, ഇതെല്ലാം ദൈവം നൽകിയതാണെന്നാണെന്നും ഇത് എല്ലാം കുറേ കഴിയുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണെന്നും ഉള്ള തിരിച്ചറിവിൽ അഹങ്കാരമില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു ജീവിതം നയിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനം 103-ാം സങ്കീർത്തനത്തിൻ്റെ 15-16 തിരുവചനങ്ങളിൽ ദാവീദ് രാജാവ് ഇപ്രകാരമാണ് പറയുന്നത്: മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു, അത് കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു, അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എത്ര സത്യമായ കാര്യമാണ് ദാവീദ് രാജാവ് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ്, അത് കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു, അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. മനുഷ്യൻ്റെ ജീവിതവും അങ്ങനെ തന്നെയല്ലേ? ഈ ഭൂമിയിൽ എന്തുമാത്രം മനുഷ്യർ ജീവിച്ചു പോയ ഒരു ഭൂമിയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ മഹാന്മാരും മഹതികളും എത്രയോ അതിസുന്ദരന്മാരും സുന്ദരികളും ജീവിച്ച ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ നമ്മളിങ്ങനെ വർഷങ്ങൾ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു പോയാൽ ഏതാനും വർഷം മുമ്പ് വരെയുള്ള ആളുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതിനു മുമ്പും എത്രയോ പേർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. എത്രയോ സുന്ദരന്മാരും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. എത്രയോ കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. അവരെ ആരെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ദാവീദ് രാജാവ് അതാ പറയുന്നേ, ആ പൂക്കൾ, ആ ചെടികൾ, ആ പുല്ല് നിന്നിരുന്ന ഇടം പോലും അവരെ ഓർക്കുന്നില്ല, അതുപോലെ വിസ്മരിക്കപ്പെട്ടു പോകുന്നു. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയ സത്യം ഇതാണ്: ഇതെല്ലാം കടന്നു പോകുന്നതാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ
നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധമായൊരു ജീവിതം നയിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് ഈശോ പറയുന്നത്: ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെയും ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ. അതിലൂടെ എന്താണ് ഈശോ അർത്ഥമാക്കുന്നത്? ഇന്നുള്ളത് അത് നല്ല ഫ്രഷായിട്ടിരിക്കുമ്പോൾ, നല്ല ജീവനോടുകൂടി ഇരിക്കുമ്പോൾ ആ പുല്ല് നമുക്കല്ലെങ്കിൽ പൂവ് സന്തോഷം തരുന്നു. പക്ഷെ അത് വാടിക്കഴിയുമ്പോൾ അത് അടുപ്പിലേക്ക് അല്ലെങ്കിൽ തീയിലേക്ക് എറിഞ്ഞു കളയുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതവുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യ വചനത്തിൽ ജോബ് നൽകിയ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പുഷ്പം പോലെ വിടരുന്നു, കൊഴിഞ്ഞു പോകുന്നു, അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു. എന്താണ് നിഴലിൻ്റെ പ്രത്യേകത? നമ്മളിങ്ങനെ ചിലപ്പോഴൊക്കെ നടക്കുമ്പോൾ നമുക്ക് പിന്നിലൊക്കെ നിഴൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് വെയിലുള്ളപ്പോഴൊക്കെ നടക്കുമ്പോൾ, സൂര്യപ്രകാശത്തിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് പിന്നിൽ നിഴൽ കാണാറുണ്ട്. അപ്പോൾ ഈ നിഴലിൻ്റെ പ്രത്യേകത എന്താണ്? നിഴൽ അവിടെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ നിഴൽ കുറച്ച് കഴിയുമ്പോൾ അത് കാണാതാകുന്നു. നിഴൽ അധിക നേരത്തേക്കില്ല, ഏതാനും നിമിഷങ്ങൾക്ക് മാത്രമാണ് ഈ നിഴൽ അവിടെയുള്ളത്. അപ്പോൾ ജോബ് പറയുകയാണ്, ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. അവർ നിഴൽ പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ദിനവൃത്താന്തം 29-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ വചനം പറയാണ്: അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തൽക്കാല വാസക്കാരുമാണ്. ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ്, എല്ലാം അസ്ഥിരമാകുന്നു. സ്നേഹമുള്ളവരെ, ഈ വചനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഇതാണ്: നിലനിൽക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലനിൽക്കാത്ത കാര്യങ്ങളിൽ മാത്രമാകരുത് നമ്മുടെ ശ്രദ്ധ. അനശ്വരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് നമ്മുടെ ജീവിതം എന്ന് കർത്താവിൻ്റെ വചനം ഈ നോമ്പ് കാലത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ജോബ് ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ ജീവനൊരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ, നാം നിത്യമായി ഈ ഭൂമിയിൽ ജീവിക്കുകയില്ല. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവനൊരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കും. നമുക്കറിയാം, ആരെങ്കിലുമൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ, നമ്മൾ മരിക്കാറായി കഴിയുമ്പോൾ നമ്മൾ പറയും ശ്വാസം പോയി, അല്ലെങ്കിൽ അവസാന ശ്വാസം എടുത്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്നേഹമുള്ളവർ, ജോബ് അത് വളരെ മനോഹരമായിട്ട് പറയുകയാണ്: എൻ്റെ ജീവിതം ഒരു ശ്വാസം മാത്രമാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ നശ്വരമായ ഈ ജീവിതത്തിനിടയിൽ എങ്ങനെയാണ് നമുക്ക് പ്രത്യാശ ലഭിക്കുക? പ്രത്യാശയുള്ളവരായി തീരുക. ദൈവത്തിലാണ് നമുക്ക് പ്രത്യാശ. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തിലേക്ക് നോക്കിയോ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ലോകത്തിൽ ഇപ്പോഴാണെങ്കിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അവിടേക്ക് നമ്മളിങ്ങനെ ഓരോ ആക്രമണങ്ങളും കഴിയുമ്പോൾ എത്രയോ കെട്ടിടങ്ങൾ ഇങ്ങനെ തകർന്നു പോകുന്നു. എത്രയോ കൊച്ചു കുട്ടികളടക്കം അതിലൊക്കെ പെട്ട് മരിച്ചു പോകുന്നു, അല്ലാതെയും മരിച്ചു പോകുന്നു. എന്തുമാത്രം മനുഷ്യരാണ്, കൊച്ചു കുഞ്ഞുങ്ങളടക്കം എത്രയോ സുന്ദരന്മാരും സുന്ദരിമാരുമാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒന്നുമല്ലാതായി തീർന്നത്, അല്ലെങ്കിൽ കൊഴിഞ്ഞുപോയ പൂക്കളെ പോലെയായത്. അപ്പോൾ സ്നേഹമുള്ളവരെ, അതാണ് മനുഷ്യൻ്റെ ജീവിതം. എത്രയോ അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ് ഏതാനും ബോംബുകൾ വീണ് ഒക്കെ തകർന്ന് തരിപ്പണമായി കല്ലുകളും പൊടികളുമായി മാറിയത്. അപ്പോൾ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രത്യാശയില്ലാതെ നിരാശയില്ലാതെ ജീവിക്കാൻ വേണ്ടിയല്ല. ദൈവം പറയുന്നത് ഈ നശ്വരമായ കാര്യങ്ങളിലൊന്നും നമ്മുടെ പൂർണ്ണമായ പ്രത്യാശ വയ്ക്കാതെ അനശ്വരമായ ദൈവത്തിൽ നമ്മുടെ പ്രത്യാശ വയ്ക്കണം. ദൈവത്തിലേക്ക് നമ്മൾ തിരിയണം. ദൈവത്തിലാണ് നമുക്ക് പ്രത്യാശയുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്: ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അപ്പോൾ സ്നേഹമുള്ളവരെ, ലോകം അല്ലെങ്കിൽ ശരീരം, സൗന്ദര്യം, സമ്പത്ത് ഇതെല്ലാം നശ്വരമാണ് എന്നോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുവിൽ വിശ്വസിച്ച് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ ലോകത്തിലുള്ള സൗന്ദര്യത്തെയും അതോടൊപ്പം സമ്പത്തിനെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ കഴിവുകളെയെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ ഉപയോഗിച്ച് അത് നന്മയ്ക്കായി മാറ്റുക, പ്രത്യാശയിൽ വളരുക, യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ മരിച്ചാലും ജീവിക്കും.
അതാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:6 വചനം പറയുകയാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ നോമ്പ് കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വഴികൾ അത് സത്യത്തിൻ്റെ വഴികളാക്കി മാറ്റണം, ജീവൻ നൽകുന്ന വഴികളാക്കി മാറ്റണം. അതിനെ ദിവസങ്ങളിൽ നമുക്ക് ദൈവവചനങ്ങളിൽ ആഴപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ, വെളിച്ചത്തിൻ്റെ മക്കളെപ്പോലെ പ്രവർത്തിക്കാം. അതോടൊപ്പം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അരികിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 1 യോഹന്നാൻ 5:12 അവിടെ വചനം പറയുകയാണ്, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അതോടൊപ്പം എഫേസ്യൂസ് 5:9 വചനം പഠിപ്പിക്കുകയാണ്, പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വർദ്ധിക്കുവിൻ. അതേ സ്നേഹമുള്ളവരെ, 2 കൊരിന്തോസ് 6:2 വചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഈ ജീവിതം, നമുക്ക് ചുറ്റുമുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ, കാഴ്ചകൾ, നമ്മുടെ ശരീരം, സൗന്ദര്യം, നേട്ടങ്ങൾ, സമ്പത്ത്, ഇതെല്ലാം നശ്വരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അതൊരു പുഷ്പം പോലെ വാടിപ്പോകുന്നതാണ് തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രത്യാശ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അരികിലേക്ക് തിരിച്ചു വരാനും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുവാനും നമുക്ക് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മാത്രം ആരാധിക്കും ഞാൻ, അങ്ങേ മാത്രം ആരാധിക്കും ഞാൻ, അങ്ങേ മാത്രം ആരാധിക്കും ഞാൻ. ഉന്നതനേ യേശുവേ, നിൻ പാദമിരുന്ന് ആരാധിക്കും, നിൻ വചനം ധ്യാനിച്ച് ആനന്ദിക്കും, നിൻ പാദമിരുന്ന് ആരാധിക്കും, നിൻ വചനം ധ്യാനിച്ച് ആനന്ദിക്കും. ഏതു കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയാലും തളരുകയില്ല ഞാൻ. ഏതു കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയാലും തകരുകയില്ല ഞാൻ. ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ, എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ മക്കളെ അനുഗ്രഹിക്കണം, എല്ലാ രോഗികളെ സുഖപ്പെടുത്തണമേ, പരീക്ഷകൾ എഴുതുന്ന എല്ലാ കുട്ടികളെ അനുഗ്രഹിക്കണം, സാമ്പത്തിക കടബാധികൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, എല്ലാ ദമ്പതികൾ അനുഗ്രഹിക്കട്ടെ, മക്കളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കട്ടെ, വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവം നമ്മുടെ അരികിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്.
ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നത് പോലെ ദിവ്യകാരുണ്യ ഈശോ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങൾ ഈശോയ്ക്കറിയാം. നമ്മുടെ എല്ലാം പ്രാർത്ഥന നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റണമേ. കർത്താവേ, കൃപ കൊണ്ട് നിറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പുണ്യങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ പൂക്കുവാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ജോബിൻ്റെ പുസ്തകത്തിലൂടെ അവൻ പുഷ്പം പോലെ വിടരുന്നു, കൊഴിഞ്ഞു പോകുന്നു, അവർ നിഴൽ പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല. മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതാണ്. അതേ, പുഷ്പം എത്ര സൗന്ദര്യമുള്ളതാണ്, എത്ര ആകർഷണീയമാണ്. പക്ഷെ എത്ര സൗന്ദര്യമുള്ള പുഷ്പമാണെങ്കിലും, എത്ര ആകർഷണമുള്ള പുഷ്പമാണെങ്കിലും അത് വാടിക്കഴിയുമ്പോൾ അത് അൾത്താരയിലാണെങ്കിൽ അവിടുന്ന് എടുത്തു മാറ്റും. അലങ്കരിക്കാൻ വെച്ചിരിക്കുന്ന ഇടങ്ങളിലാണെങ്കിൽ അവിടുന്ന് എടുത്തു മാറ്റും. കാരണം പുഷ്പത്തിന് സൗന്ദര്യമുള്ളപ്പോഴും വിടർന്നു നിൽക്കുമ്പോഴാണ് അതിന് സൗന്ദര്യമുള്ളത്. വാടിക്കഴിയുമ്പോൾ അതൊന്നുമല്ലാതായിത്തീരുന്നു. ഒന്നുകിൽ അത് തീയിലേക്ക് എറിയുന്നു, അല്ലെങ്കിൽ അതെടുത്ത് കളയുന്നു. കർത്താവ് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും പറഞ്ഞത് തന്നെയാണ്. പുഷ്പം പോലെ സൗന്ദര്യമുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതം. ആ സൗന്ദര്യത്തിലേക്കും വലിയ ആകർഷണവുമുണ്ട്. പക്ഷേ അത് പൂവ് വാടുന്നത് പോലെ ഒരു ദിവസം വാടിപ്പോകുന്നതാണ്, കരിഞ്ഞു പോകുന്നതാണ്. വീണ്ടും വചനത്തിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, അവർ നിഴൽ പോലെ കടന്നു പോകുന്നു. അതേ, പലപ്പോഴും നമ്മൾ വെയിലത്ത് നടക്കുമ്പോൾ, പ്രകാശത്തിൽ നടക്കുമ്പോൾ നിഴൽ കാണുന്നു. പക്ഷേ ആ നിഴൽ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് കടന്നു പോകുന്ന അവസ്ഥ. സ്നേഹമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. എത്രയോ വർഷങ്ങളായി ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുന്നു. കോടിക്കണക്കിന് മനുഷ്യർ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ച് കടന്നുപോയ മണ്ണിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. എത്രയോ സുന്ദരന്മാരും എത്രയോ സുന്ദരികളും എത്രയോ വലിയ കഴിവുകളുണ്ടായിരുന്നവരും എത്രയോ വലിയ ആരോഗ്യമുണ്ടായിരുന്നവരും ഒക്കെ ഉണ്ടായിരുന്ന മണ്ണാണ്, നാടാണ്. പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പുഷ്പങ്ങളെല്ലാം വാടിപ്പോയി, കരിഞ്ഞുപോയി, നിഴൽ പോലെ മറഞ്ഞുപോയി. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. കർത്താവ് ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മളിങ്ങനെ ഈ കരിഞ്ഞു പോകുന്നതും വാടിപ്പോയതുമാകുന്ന എല്ലാ ജീവിതത്തിനും വേണ്ടി മാത്രം ജീവിക്കാതെ നമുക്ക് പ്രത്യാശ തരുന്ന ദൈവത്തിലേക്ക് നമ്മൾ നോക്കണം. ഈശോയിലേക്ക് നോക്കുന്നതാണ് പ്രത്യാശ, ദൈവത്തിലേക്ക് നോക്കുന്നതാണ് പ്രത്യാശ. അതാണ് അവിടുന്ന് പറഞ്ഞത്, ഞാനാണ് പുനരുത്ഥാനം ജീവിതം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുകയില്ല. അതേ സ്നേഹമുള്ളവരെ, എപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു വീഴാവുന്ന, എപ്പോൾ വേണമെങ്കിലും വാടിപ്പോകാവുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. എപ്പോൾ വേണമെങ്കിലും വാടിപ്പോകാവുന്ന സൗന്ദര്യവും ആരോഗ്യവുമാണ് നമുക്കുള്ളത്. ഏതാനും നാളുകൾക്ക് മുമ്പല്ലേ വയനാട്ടിലെ ചൂരൽമലയിലും ഒക്കെ ആ വലിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോൾ എത്രയോ ജീവിതങ്ങളാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് വാടിപ്പോയത്, ഇല്ലാതായിപ്പോയത്. യുദ്ധഭൂമികളിൽ ഗാസയിലും അതോടൊപ്പം ഉക്രൈനിലും റഷ്യയിലും ഇസ്രായേലിലുമൊക്കെ ഏതാനും മിനിറ്റുകൾ കൊണ്ടല്ലേ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ തകർന്നു വീണത്. എത്രയോ കുഞ്ഞുങ്ങളടക്കം എത്രയോ പേർ ഒന്നുമല്ലാതായി തീർന്നത്. സ്നേഹമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നശ്വരതയെ നോമ്പുകാലത്ത് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. അത് ഭയപ്പെടുത്താനല്ല, ദൈവത്തിൽ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനുമാണ്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഗാനത്തോട് ചേരാം. ഇലകൾ പൊഴിയുന്ന പോലെ, പൂക്കൾ വാടുന്ന പോലെ, ഇലകൾ കൊഴിയുന്ന പോലെ, പൂക്കൾ വാടുന്ന പോലെ, ഈ ധരയിൽ മർത്യജീവിതം ക്ഷണഭംഗുരമല്ലേ. ഈ ധരയിൽ മർത്യജീവിതം ക്ഷണഭംഗുരമല്ലേ.
ഓർത്തിടേണം മനുജ, പാരിൽ നീ തീർത്ഥാടകൻ. ഇന്നു ഞാൻ നാളെ നീ എന്നതാം സത്യം തിരിച്ചറിഞ്ഞു സ്വർഗം പുൽകേണ്ടവൻ. ഇന്നു ഞാൻ നാളെ നീ എന്നതാം സത്യം തിരിച്ചറിഞ്ഞു സ്വർഗം നേടേണ്ടവൻ. അനുതാപമേകണേ ഈശോയേ, അനുതാപമേകണേ എന്നിൽ. അനുതാപമേകണേ ഈശോയേ, അനുതാപമേകണേ എന്നിൽ. വിശുദ്ധി നൽകണേ എന്നിൽ. ഈശോയിൽ സ്നേഹമുള്ളവരെ, അനുതാപത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുധരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധനാസ്തുതിയേശുവേ, 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 ആരാധനാസ്തുതിയേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.